ഗാനാലാപനം ആരംഭിക്കുകയാണ്. മുഹമ്മദ് ജസൽ KK. മുഹമ്മദ് ജസൽ KK. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശകമൊന്നുണ്ട്, അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഫുർഖാനിൽ അലികൊണ്ട്, ഫർഖാത്തിൽ തിരുനൂറിന്. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശകമൊന്നുണ്ട്, അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഫുർഖാനിൽ അലികൊണ്ട്, ഫർഖാത്തിൽ തിരുനൂറിന്. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. ശുക്രൻ, ജസാക്കല്ലാഹ്. ഇത് കഴിഞ്ഞാൽ ഉടനെ സീനിയർ വിഭാഗം ഇസ്ലാമിക് അറബി ഗാനത്തിന്റെ മത്സരമാണ് ആരംഭിക്കാൻ പോകുന്നത്. പങ്കെടുക്കേണ്ട ചെസ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ സീനിയർ അറബി ഗാന മത്സരമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. പങ്കെടുക്കേണ്ട ചെസ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തത് മുഹമ്മദ് റസാൻ KK. മുഹമ്മദ് റസാൻ KK. അസ്സലാമു അലൈക്കും. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ചക്കുബ്ബ ചോട നിന്ന് അസ്സലാമുയേ. പാപിനാൻ വിദൂരയാണ്, മോഹമാതിരു റൗളയാണ്, കരുണമന്ദിരമാ മദീന കാണുവാൻ കൊതിയേ. കനവിരങ്ങുവിരും വന്നാൽ കൽബിനാൻ പകുത്ത് നൽകാം, കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയ നബിയേ. കനവിരങ്ങുവിരും വന്നാൽ കൽബിനാൻ പകുത്ത് നൽകാം, കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ചക്കുബ്ബ ചോട നിന്ന് അസ്സലാമുയേ. തൂരി സീന കേറി മൂസ റബ്ബെ കണ്ടില്ല, കാബ കൗസൻ പോലിരുന്നു നൂറ് സല്ലല്ലാഹ്. തൂരി സീന കേറി മൂസ റബ്ബെ കണ്ടില്ല, കാബ കൗസൻ പോലിരുന്നു നൂറ് സല്ലല്ലാഹ്. ആ സുവർണക്കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല, ത്വയ്ബയിൽ പിറന്നിടാൻ ഞാൻ ഭാഗ്യവാനല്ല. ആ സുവർണക്കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല, ത്വയ്ബയിൽ പിറന്നിടാൻ
ബാങ്കിന്നേരത്ത് പലരുമാമദീനത്ത് പച്ചക്കുബ്ബ ചോടെ നിന്ന് അസ്സലാമൊയ്യേ. പാപിനാൻ വിദൂരയാണ് മോഹമാത്തിരുറവുകയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. അസ്സലാമു ശുക്രൻ ജസാക്കല്ലാഹ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ഉദയം കൊണ്ട ഉലകം കണ്ട അത്ഭുത പൂച്ചണ്ട്. തിരുനബിയുടെ ജീവിത രീതികളിലെ വ്യത്യസ്ത ഗുണപാഠ അനുഭവങ്ങളെ കുഞ്ഞിലും ചുണ്ടുകളിൽ ചേർത്ത് താള വിസ്മയം കോർത്ത് ഭാവചമയം തീർത്ത് വേദിയിൽ കൗതുകമായ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയോട് ഒരു ഗാനം. ഷാഹിദ് ഇബ്രാഹിം. അസ്സലാമു അലൈക്കും. നെഞ്ചിൽ തോന്നന്റെ നൂറുണ്ടെങ്കിൽ മഞ്ജുമുഖത്ത് വരും. മഞ്ജിൽ തിളങ്ങണ തോഹാസുൽ നെഞ്ചിനകത്ത് വരും. സത്യം പറയണുണ്ടെങ്കിൽ നിത്യം സലാത്ത് വരും. നിത്യം സലാത്ത് മുഴുവൻ നരകത്തിൽ വേണ്ടതാകും. തങ്കപ്പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്നു വരും. തങ്കത്തിനുള്ളിയ തുന്നിയ ജന്നാത്തിൽ ഉമ്മാല് കൊണ്ടുതരും. തങ്കപ്പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്നു വരും. തങ്കത്തിനുള്ളിയ തുന്നിയ ജന്നാത്തിൽ ഉമ്മാല് കൊണ്ടുതരും. സർഗബാബു തുറന്നു തരും. നെഞ്ചിൽ താന്റെ നൂറുണ്ടെങ്കിൽ നെഞ്ചിൽ താന്റെ നൂറുണ്ടെങ്കിൽ മഞ്ജുമുഖത്ത് വരും. മഞ്ജിൽ തിളങ്ങണ തഹാസ് നെഞ്ചിനകത്ത് വരും. അസ്സലാമു അലൈക്കും. ശുക്രൻ ജസാക്കല്ലാഹ്. സീനിയർ ഇസ്ലാമിക് ഗാനം കഴിഞ്ഞാലുടൻ സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. സീനിയർ ഇസ്ലാമിക് ഗാനം കഴിഞ്ഞാൽ ഉടൻ സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. യുക്തിയിലും ഭക്തിയിലും ശക്തിയിലും മുമ്പരായ സുഹൃതമിലും ഭംഗിയിലും ഭംഗമില്ലാത്ത അതുല്യ പ്രതിഭ ഷഫീഉൽ ഉമ്മ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മ സുദിനത്തിൽ മിസ്ബാഹുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ പൈങ്ങോട്ടൂർ യാദ്ഗാരെ മെഹ്ബൂബ് മിസ്ബാഹ് ആർട്ട് ഫെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്ന് മുഖദ്ദസ് ബുഖാറ സമർകന്ദ് 285 പോയിന്റുമായി സമർകന്ദ് ഗ്രൂപ്പ് 3ാം സ്ഥാനത്തും 313 പോയിന്റുമായി മുഖദ്ദസ് 2ാം സ്ഥാനത്തും 320 പോയിന്റുമായി ബുഖാറ 1ാം സ്ഥാനത്തും മുന്നിട്ട് നിൽക്കുമ്പോൾ ആരാണ് മിസ്ബാഹിന്റെ അക്ഷരമുറ്റത്ത് വെള്ള പതാകയും കറുത്ത പതാകയും മറ്റു പതാകയും വീശുക എന്ന് നോക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സീനിയർ വിഭാഗം അറബിക് സോങ് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. പങ്കെടുക്കേണ്ട ചെസ് മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. വേദിയിൽ മാസിൻ മുഹമ്മദ് NV, അസ്സലാമു അലൈക്കും. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലായും മിനഹദും ബില്ലാ ലായും മിനഹദും
ഇത് ഇനിയും ബാക്കി പഠിപ്പുകളെല്ലാം കവികൾ നാളും എഴുതിത്തീരില്ല പഠിപ്പുകളെല്ലാം കവികൾ നാളും എഴുതിത്തീരില്ല നബിയുടെ മണിയിലഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ് നബിയുടെ മണിയിലഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ് അസ്സലാമു അലൈക്കും ശുക്രൻ ബിശ്റുൽ ഹാഫി അസ്സലാമു അലൈക്കും ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തുന്നൂറുള്ള ആയിലുമേറ്റം പ്രിയമുള്ള ആറ്റലായ ഹബീബുള്ളാഹ് ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തുന്നൂറുള്ള ആരിലുമേറ്റം പ്രിയമുള്ള ആറ്റലായ ഹബീബുള്ള ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കല്ലും മലയും മാമരവും കഥനം തീർത്തു ഹബീബാരെ കരളു പകുത്തവരെല്ലാരും കണ്ണിൽ കണ്ടു സുറുവാലെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബ് കരഞ്ഞ് വിളിക്കുന്ന കാലം കാത്ത് കിടക്കുന്ന കനവിൽ ഒന്നത് കാണാനായി കണ്ണാൽ കാവലിരിക്കുന്ന ആദരവായ റസൂലുള്ളാഹ് ആലം ആലം വാഴ്ത്തുന്നൂറുള്ള ആരിലുമേറ്റം പ്രിയമുള്ള ആറ്റലായ ഹബീബുള്ളാഹ് അസ്സലാമു അലൈക്കും അടുത്തതായി മുഹമ്മദ് ഫാസ് എം കെ മുഹമ്മദ് ഫാസ് എം കെ അസ്സലാമു അലൈക്കും ത്വാഹ നബി മദീന നബി ഉദായ നബി വൈരമുത്തു പുച്ചിരി രാജാ നബി മദീന മദി ഫിദായത്തണി ആലവില്ല മുൻമിരി തൂബ നൂറ തൊയ്ബ ചിങ്കുന്നില തൂബ നൂറ തൊയ്ബ ചിങ്കുന്നില ത്വാഹ നബി മദീന നബി ഉദായ നബി വൈരമുത്തു പുച്ചിരി രാജാ നബി മദീന ഹീദായത്തണി ആലിവില്ല മൊഴിമിലി ആമ്പൽ പോയിരുന്ന ചേലിൽ ഞാനതിൽ അനുരാഗം പാടാം ആകത്തതിർത്തി
സയ്യിദിൽ അതിപേലിവി അറിവേരും സയ്യിദിൽ കനവേ കതിരി കാനം സയ്യിദ് ത്വാഹാനിബി മദീന നിധി വലായാനിധി മൈരമുട്ടൊപ്പത്തിരി താജാനിധി നദീമാമതി ലായത്തനി മാറിവില്ല മോൾവിരി. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് ഷഹാൻ MC. അസ്സലാമു അലൈക്കും. പുന്നാര നബിയുടെ മിലാദ് നാള്, കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കിന്ന് സന്തോഷം നാള്. മക്കയിൽ പിറന്നുള്ള പുണ്യ റസൂലേ, മദീനയിൽ ഉറങ്ങുന്ന തിങ്കൾ ഹബീബ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി കിഡ്ഡീസ് മതഗാനം അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി വേദിയിൽ സീനിയർ വിഭാഗം ഇസ്ലാമിക് അറബിക് സോങ് ആരംഭിക്കുകയാണ്. ഫസ്റ്റ് കോർഡിനേറ്റർ 305, ടെസ്റ്റ് നമ്പർ 305 ഓൺ ദി സ്റ്റേജ്. السلام عليكم. هدى رسول الله إلى الحق جل، هدى رسول الله إلى الحق جل، نما إلى الأعلى نجا من تجلى، نما إلى الأعلى نجا من تجلى. أنذر بشر بالقرآن أنقذنا من النيران، أنقذ بشر بالقرآن أنقذنا من النيران. يا رسول الله داعيا لله، يا رسول الله داعيا لله، يا مجيب الله. هدى رسول الله إلى الحق جل، هدى رسول الله إلى الحق جل. طاب من رآهنا، طاب من جاء الهدى، طاب من رآهنا، طاب من جاء الهدى. نال فوزا من جلا قاد لسواهما. ضاح الكون من البدر جاد النار من النور، ضاح الكون من البدر جار النار بلا النور. أنذر بشر بالقرآن أنقذنا من النيران، أنذر بشر بالقرآن أنقذنا من النيران. يا رسول الله داعيا لله، يا رسول الله داعيا لله، يا مجيب الله. هدى رسول الله إلى الحق جل، هدى رسول الله إلى الحق جل. جاد خيرا
الزهد ملأ الوجود بالجود مال الناس إلى الزهد أنذر بشر بالقرآن أنقذنا من النيران أنذر بشر بالقرآن أنقذنا من النيران يا رسول الله داعيا لله يا رسول الله داعيا لله يا مجيب الله هدى رسول الله إلى الحق جل هدى رسول الله إلى الحق جل نما إلى الأعلى نجا من تجلى نما إلى الأعلى نجا من تجلى أنذر بشر بالقرآن أنقذنا من النيران أنذر بشر بالقرآن أنقذنا من النيران يا رسول الله داعيا لله يا رسول الله داعيا لله يا مجيب الله هدى رسول الله إلى الحق جل هدى رسول الله إلى الحق جل السلام عليكم ورحمة الله تعالى وبركاته അടുത്തതായി ചെസ് നമ്പർ 303 ചെസ് നമ്പർ 303 ഓൺ ദി സ്റ്റേജ്. السلام عليكم نور النار الكونة بدر القادرين نور النار الكونة بدر القادرين حبنا حبنا شديد من خير الله تعالى نور فينا حبنا حبنا شديد من خير الله تعالى نور فينا نور النار الكونة بدر القادرين نور النار الكونة بدر القادرين جاء الكل العالم يا رسولا فاح قلوبا طيبا يا هادي لله جاء الكل العالم يا رسولا فاح قلوبا طيبا يا هادي لله ولد بأجبا ولد بشرفا صلي عليه يا ماما ولد بأجبا ولد بشرفا صلي عليه يا ماما في مدح حبيبي كل شفاء كل نجاح في مدح حبيبي كل شفاء كل نجاح فاز من سلك سيدا نصر الله فاز من سلك نهزا في نصر الله نور النار الكونة بدر القادرين نور النار الكونة بدر القادرين. അടുത്തതായി ചെസ് നമ്പർ 304 ചെസ് നമ്പർ 304 ഓൺ ദി സ്റ്റേജ്. السلام عليكم يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال ماذا تجني إلى عيش يسلو أدا أين تمشي سها لا لا حسين ماذا تجني إلى عيش يسلو أدا أين تمشي سها لا لا حسين ويلا ويلا ألا يا شبابي تعال يا شبابي تعال يا شبابي تعال يا
شبابي تهان يا صاحي سحبك في بطنك يا صاحي جد السكلين بطنك يا صاحي سحبك في بطنك يا صاحي جد السكلين بطنك يهرم بك في أفقانك دليل بك في أفقانك يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال يا صاحي سحبك في بطنك يا صاحي جد الثقلين بطنك يا صاحي سحبك في بطنك يا صاحي جد الثقلين بطنك يا شبابي تعال يا شبابي تعال. السلام عليكم. അടുത്തതായി ചെസ് നമ്പർ 313, ചെസ് നമ്പർ 308 ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ വരാത്ത പക്ഷം ആ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. ലീഡർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. നൂറുൻ നാറൽ കൂന ബദ്റുൻ ഖാദദീന നൂറുൻ നാറൽ കൂന ബദ്റുൻ ഖാദദീന حبا لهبنا شكدوا من خير خلق الله تعاروهن فينا حبا لهبنا شكدوا من خير خلق الله تعاروهن فينا نور النار الكونا بدر قاددينا نور النار الكونا بدر قاددينا جاء لكل العالمين رسولا فاه قلوبا طيبا يا هاديا لله جاء لكل العالمين رسولا فاه قلوبا طيبا يا هاديا لله ولد بعجب خلق بشرف صلي عليه دواما ولد بعجب خلق بشرف صلي عليه دواما في مدي حبيبي كل شفاء كل نجاة في مدي حبيبي كل شفاء كل نجاة فاز من سلك نهج سيد رسول الله فاز من سلك نهج سيد رسول الله نور النار الكونا بدر قاددينا نور النار الكونا بدر قاددينا يا سيدي عند الإله مكرما أثنى الله عليك قرآنا تعظيما يا سيدي عند الإله مكرما أثنى الله عليك قرآنا تعظيما يزول الأرش والكرسي عند ولادة طه يزول الأرش والكرسي عند ولادة طه قد طال شوقي للنبي قد طال شوقي للنبي حسد المكان مقام عز الدين حسد المكان مقام عز الدين نور النار الكونا بدر قاددينا نور النار الكونا بدر قاددينا حبا هبنا شق دوما خير خلق الله طاهرون فينا حبا هبنا شق دوما خير خلق الله طاهرون فينا نور النار الكونا بدر قاددينا نور النار الكونا بدر قاددينا. السلام عليكم. ഇതോടുകൂടി അറബിക് സോങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി വേദിയിൽ സബ് ജൂനിയർ കഥ പറയൽ പേര് നൽകിയിട്ടുള്ള ചെസ് നമ്പർ 101, 104, 112, 106, 107, 109 എത്രയും പെട്ടെന്ന് മൈക്ക് ബോയിനുമായി ബന്ധപ്പെടുക. സബ് ജൂനിയർ
ജൂനിയർ കഥ പറയാനുള്ള ചെസ് നമ്പർ 101, 104, 112, 106, 107, 109 എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. വേദിയിൽ സബ് ജൂനിയർ കഥ പറയൽ മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോഡ് ലെറ്റർ 112. Judges please note chess number 112 on the stage.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂട്ടുകാരെ, ഈ സുന്ദര സുദിനത്തിൽ ഒരു കഥ പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരിക്കൽ മുത്തുനബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരു വൃദ്ധയെ തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുനബി ആ വൃദ്ധയോട് പറഞ്ഞു, ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം. വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് താങ്കളുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. താങ്കളോട് ആ വൃദ്ധ പറഞ്ഞു, ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം. വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു. വൃദ്ധ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികമാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു. അവൻ ആളുകളെ ഒക്കെ വഴിപ്പിഴപ്പിക്കുകയാണ്. മോനെ പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിലാകപ്പെടരുത്. തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരം ചുമന്ന് അവർക്കത് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. പിന്നീട് പോകുന്ന സമയത്ത് പേര് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്. വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ തിരുനബിയുടെ വിശ്വാസം സ്വീകരിച്ചു. ഈ കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ചെസ് നമ്പർ 110. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 110 on the stage. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഒരു കഥ പറയാം. ഒരിക്കൽ പ്രവാചകൻ ശിഷ്യന്മാർ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. ആ സദസ്സിന്റെ ഇടയിൽ ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലതും തരണേ. മുത്തുനബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടി യാചിക്കുന്നു? നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലേ? ഇല്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്തൊരു പുതുപ്പു വെള്ളിപ്പാത്രവും ഉണ്ട്. എന്നാൽ അത് കൊണ്ടുവരൂ. ഹലോ.
ശിഷ്യന്മാർ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. ആ സദസ്സിന്റെ ഇടയിൽ ഒരു യാചകൻ കയറുന്നു. ആ യാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലതും തരണേ. നബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടി യാചിക്കുന്നു? നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലേ? ഇല്ല. എന്നാൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്തൊരു പുതുപ്പും വെള്ളിപ്പാത്രവും ഉണ്ട്. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. അങ്ങനെ ആ പുതുപ്പും വെള്ളിപ്പാത്രവും നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നബി ശിഷ്യരോട് ചോദിച്ചു, ആരാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവർ? അങ്ങനെ ഒരു സ്വഹാബി കൈ നീട്ടി, ഞാൻ ഇത് 2 ദിർഹമിന് വാങ്ങാം നബിയെ. ആ 2 ദിർഹം ആ യാചകന് നൽകി. മുത്തനബി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 1 ദിർഹം കൊണ്ട് മഴ വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കുക. മറ്റ് ദിർഹം കൊണ്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കുക. അന്ന് ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞ് ആ യാചകൻ വീണ്ടും നബിയുടെ അടുത്തേക്ക് വന്നു. അന്ന് ആ യാചകന്റെ അടുത്ത് 10 ദിർഹം ഉണ്ടായിരുന്നു. മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 1 ദിർഹം കൊണ്ട് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക. മറ്റ് ദിർഹം കൊണ്ട് പുതപ്പും വെള്ളിപ്പാത്രവും മേടിക്കുക. യാചകനിൽ നിന്ന് മോചിതനായ അദ്ദേഹത്തിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ എന്ന് ഞാൻ ഒരു കഥയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. അടുത്തതായി ചെസ് നമ്പർ 102. Judges please note ചെസ് നമ്പർ 102 on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു നിന്നു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് നിന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ജൂത മനുഷ്യനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ? ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാനസിക മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ചെസ് നമ്പർ 104. Judges please note ചെസ് നമ്പർ 104 on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്നിവിടെ ഒരു കഥ പറഞ്ഞു തരാം. നിങ്ങൾ ആരുടെ കഥയാണെന്ന് അറിയാമോ? ഞാൻ
നമ്മുടെ മുത്തനബിയുടെ കഥയാണ്. ഒരിക്കൽ നിസാസനങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു ആൾക്കൂട്ടം വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. അവരിൽ ചിലർ നബിയെ ഭ്രാന്തൻ എന്ന് വിളിക്കാനും തുടങ്ങി. പാവം നമ്മുടെ മുത്തുനബി എല്ലാം പുഞ്ചിരിച്ച് കേട്ടു നിന്നുകൊണ്ട് അവരിൽ ചിലർ നബിയെ കല്ലെടുത്ത് എറിയാനും തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ മുത്തനബി തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബിയെ, ഈ കാണുന്ന വലിയ മല ഞാൻ അവർക്ക് മുകളിൽ മറിക്കട്ടെ? അപ്പോൾ നമ്മുടെ മുത്തനബി തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദ്രക്കാരാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മുടെ മുത്തനബി തങ്ങളുടെ സ്വഭാവം നോക്കൂ, നമുക്കും ഇതേപോലെയുള്ള സ്വഭാവമാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചുകഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ചെസ് നമ്പർ 108. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 108 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കാൻ പോകുകയാണ്. കഥയുടെ പേരാണ് മുത്തുനബിയും പെരുങ്കള്ളനും. മുത്തുനബിയുടെ കാലത്ത് മഹാനുണയനും പെരുങ്കള്ളനുമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മദീനയിൽ മുത്തുനബിയെ സന്ദർശിക്കാൻ ആളുകളെത്തി. കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അയാളെ മനസ്സിലാക്കിയ മുത്തുനബി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മകനെ, നിന്റെ ദുശീലങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണോ? മുത്തുനബി പറയുകയല്ലേ, അയാൾ അത് സമ്മതിച്ചു. ശരി, എങ്കിൽ ഇന്നു മുതൽ നീ കളവ് പറയരുത്. അയാൾക്കത് കേട്ട് ആശ്വാസമായി. മോഷണവും പിടിച്ചു പറയാൻ നിർത്താൻ പറഞ്ഞില്ല. നീ ഒരിക്കലും നുണ പറയില്ലെന്ന് ഞാനിത് അങ്ങക്ക് ഉറപ്പ് തരുന്നു. ഇത് സത്യം, അയാൾ ശപഥം ചെയ്തു. എന്നാൽ അതോടെ അയാൾക്ക് പ്രശ്നമായി. മുത്തുനബിയുടെ അടുത്തു നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു വലിയ ഈന്തപ്പഴത്തോട്ടം കണ്ടു. ഹായ്, പഴുത്ത പാകമായ ഈന്തപ്പഴങ്ങൾ. മുത്തുനബി മോഷ്ടിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ തീരുമാനിച്ച് അയാൾ നടന്നു നീങ്ങി. പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു ചിന്ത അയാളെ അസ്വസ്ഥമാക്കി. നാളെ ആരെങ്കിലും ചോദിച്ചാലോ മോഷ്ടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് നുണയാകും. നുണ പറഞ്ഞാൽ മുത്തുനബി ശപിക്കും. എന്ത് ചെയ്യണം? മോഷ്ടിക്കണോ വേണ്ടയോ? അയാൾ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ കളവ് പറയില്ലെന്ന ഒരൊറ്റ തീരുമാനം കൊണ്ട് എല്ലാ ദുഷ്യങ്ങളും മാറ്റി ശിഷ്ടകാലം നല്ലയാളായി ജീവിക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ചെസ് നമ്പർ 101. സബ് ജൂനിയർ കഥ പറയൽ കഴിഞ്ഞാൽ ഉടൻ വേദിയിൽ സീനിയർ വിഭാഗം മധ്യഗാന മത്സരമാണ്. മധ്യഗാനത്തിന് പേര് നൽകിയിട്ടുള്ള ചെസ് നമ്പർ 306, 307, 301, 302, 303, 304, 305, 311, 312, 313. എത്രയും പെട്ടെന്ന് വേദിയുമായി ബന്ധപ്പെടുക, മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും. എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ കൊച്ചു കഥയുടെ പേരാണ് മരത്തിൽ കല്ലെറിയുന്ന കുട്ടി. മദീനയിൽ വികൃതിയായ കുട്ടി ഉണ്ടായിരുന്നു. നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. ഒരു ദിവസം അവനൊരു മുഹൂർത്ത കല്ലുകളുമായി ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി. തണൽ വീണ് കിടക്കുന്ന ആ മരത്തിൽ ഈന്തപ്പനകൾ കുലച്ചു നിന്നു. ഹായ്! കുട്ടിയുടെ കൈ തരിച്ചു.
അവൻ വേഗം പനക്കെറിയാൻ തുടങ്ങി. പഴങ്ങൾ വീണു. വേറെ പരിപാടി തുടങ്ങി. വീണ പഴങ്ങൾ കുറച്ച് തിന്നു. അവൻ്റെ വയറ് നിറഞ്ഞപ്പോൾ അവൻ എണീച്ചു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നീ എന്തിനാണ് പഴങ്ങൾക്കെറിഞ്ഞത്? അവന് കുറെ ചീത്ത പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, ഇനി മരത്തിൽ കല്ലെറിയരുത്. അപ്പോൾ ഓന് ഇതുവരായിട്ട് മരത്തിൽ കല്ലെറിഞ്ഞില്ല. ഇത്ര പറഞ്ഞ് എൻ്റെ കഥ ഞാൻ ഇവിടെ തന്നെ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി സബ് ജൂനിയർ കഥ പറയും മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി വേദിയിൽ സീനിയർ വിഭാഗം മധുഗാന മത്സരം ആരംഭിക്കുന്നു. യാദ്ഗാർ മെഹബൂബ് മിസ്ബാഹ് ആർട്ട് ഫെസ്റ്റ് 25 ഐതിഹാസികമായ നബിദിന പരിപാടി മിസ്ബാഹുൽ ഉലൂമിന്റെ സന്തതികൾ അവതരിപ്പിക്കുന്ന കഥാകഥന മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി വേദിയിൽ സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിനിടയിൽ മത്സരത്തിൽ ഇല്ലാത്ത കുട്ടികളൊക്കെ വേഗമായി നിസ്കരിച്ച് വരേണ്ടതാണ്. നേരത്തെ നടന്ന സീനിയർ ഇസ്ലാമിക് സോങ് മത്സരത്തിന്റെ റിസൾട്ട് അറിവായിരിക്കുന്നു. സീനിയർ വിഭാഗം ഇസ്ലാമിക് ഗാനത്തിന്റെ റിസൾട്ട് അറിവായിരിക്കുമ്പോൾ 285 പോയിന്റുമായി ടീം സമർഗന്ദ് മൂന്നാം സ്ഥാനത്തും 313 പോയിന്റുമായി ടീം മുഖദ്ദസ് രണ്ടാം സ്ഥാനത്തും 320 പോയിന്റുമായി ടീം ബുഖാറ ഒന്നാം സ്ഥാനത്ത് മുന്നിടുമ്പോൾ ഇന്നലത്തെ സായാഹ്ന സന്ധ്യയിൽ രാത്രി 12 മണിയോടടുക്കുന്ന സമയമായപ്പോഴേക്കും ടീം മുഖദ്ദസിന്റെ പക്തി മടങ്ങിക്കൊണ്ട് ടീം ബുഖാറ ജ്വലിച്ച് മുന്നേറുകയാണ് ചെയ്തത്. ഇന്നിന്റെ സായാഹ്ന സന്ധ്യയിൽ ടീം സമർഗന്ദിനാണോ, ടീം ബുഖാറക്കാണോ, ടീം മുഖദ്ദസിനാണോ, ആരാണ് മിസ്ബാഹിന്റെ ഈ അക്ഷരമുറ്റത്ത് ആ വെള്ള പതാകയും ആ കറുത്ത പതാകയും ഏറ്റി ആരാണ് ഇന്ന് SKSPV നൽകുന്ന ആ ഒരു കപ്പ് ആരെടുത്തുനിന്നാണ് ആരാണ് വാങ്ങുക എന്ന് അറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. താഴ്ത്തിക്കട്ടിയവരെയും കൊച്ചാക്കിയവരെയും ഇകഴ്ത്തിയവരെയും കളിയാക്കിയവരെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുത്തി ഞങ്ങളുടെ കൈകൊട്ടിയതും കാലുകൊട്ടിയതും വളരെ പ്രഹസനമായി ഞങ്ങളെ കളിയാവർക്ക് മുമ്പിൽ അവരുടെ പത്തി മികച്ചു തന്നെ നിൽക്കുകയാണ്.
എന്നാൽ ഇതാ സീനിയർ വിഭാഗം ഇസ്ലാമിക് സോങ്ങിന്റെ റിസൾട്ട് അറിവായിരിക്കുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സമർഗന്ധ് ഗ്രൂപ്പ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി ചെസ് നമ്പർ 304, 305, ചെസ് നമ്പർ 305 ഫസ്റ്റ്, ചെസ് നമ്പർ 304 സെക്കൻഡ്, രണ്ടും സമർഗന്ധ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി നിങ്ങൾ 300 കടക്കുകയില്ല എന്ന സാലിഫിന്റെ പ്രവചനത്തെ ആകെ തള്ളിക്കൊണ്ട് 293 പോയിന്റോട് കൂടി ടീം സമർഗന്ധ് 3-ാം സ്ഥാനത്തും 313 കൂടി ടീം മുഖദ്ദസ് 2-ാം സ്ഥാനത്തും 320 കൂടി സമർഗന്ധും മുഖദ്ദസും പരസ്പരം മത്സരിച്ചോളൂ. ടീം യാദ്കാരെ മെഹബൂബ് എന്ന മത്സരം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കപ്പ് ഞങ്ങൾക്കായിരിക്കും. ഈ വർഷത്തെ റണ്ണേഴ്സ്, ഈ വർഷത്തെ 1-ാം സ്ഥാനക്കാർ അത് ഞങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും റണ്ണേഴ്സിന് വേണ്ടി മത്സരിച്ചോളൂ എന്ന് ടീം ബുഖാറ ആവർത്തിച്ച് പറയുമ്പോൾ ആശിർ വിട്ടുകൊടുക്കാതെ അത് ഞങ്ങൾക്കുള്ള കപ്പാണ്. ഞാൻ മൻഹജിന്ന് മിസ്ബാഹിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കപ്പെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് ഇതാ തുടക്കം മാത്രം. ഇത് 293ലേക്ക് ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പാണ്. ഇനി ഞങ്ങളെ മത്സരം 10 മത്സരമുണ്ട്. ആ 10 ഓരോന്നിലും ഞങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ മാർക്ക് ഞങ്ങളെ ഇനി തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ് വെള്ളപ്പതാകയും ആ കറുത്ത പതാകയും ആ സ്റ്റേജിന്റെ പുറകുവശത്തുള്ള പാടത്തേക്ക് നിങ്ങൾ വലിച്ചെറിയാൻ റെഡിയായിക്കോളി എന്ന് പറഞ്ഞതാ ടീം സമർഗന്ധ് മുന്നോട്ട് പോവുകയാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരമാണ് നടക്കാൻ പോകുന്നത്. ജഡ്ജസ് പ്ലീസ് നോട്ട്. സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരമാണ്. അതല്ലാത്ത കുട്ടികൾ വേഗം അസർ നിസ്കരിച്ചു വരിക. മദ്ഹ് ഗാനത്തിലുള്ള കുട്ടികൾ എല്ലാവരും അവിടെ പോയിരിക്കുക. മദ്ഹ് ഗാനത്തിലുള്ള കുട്ടികൾ മാത്രം അവിടെ പോയിരിക്കുക. അല്ലാത്തവർ വേഗം അസർ നിസ്കരിച്ചു വരിക. ഇൻഷാ അല്ലാഹ് സഹോദരിമാർ അതിന്റെ ഇടയിൽ സമയത്തിനനുസരിച്ച് നിസ്കരിച്ച് എല്ലാവരും എത്തണം ഓർമ്മപ്പെടുത്തുകയാണ്. ചെസ് നമ്പർ 303 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തോളിൻ മുത്തിൻ മദ്ഹിന്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ മർഹബ വിളിക്കുന്നുണ്ടേ. അകം കൊത്തി വാലിക്കുന്ന പ്രണയത്തിൻ വിളക്ക്, മുഖം കൊത്തി വാലിക്കുന്ന പ്രപഞ്ചത്തിൻ വിളക്ക്, അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത്, നിലാവൂദിച്ചേ മുത്തിൻ നിലാവൂദിച്ചേ. അജ്വാ ചൊല്ലി കാത്തിരുന്നൊരു രാവ്, ഇബ്ലീസിന്ന കടാവം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ്, നിലവിളിച്ചോടി വരും രാവ്. അജ്വാ മരങ്ങ സലാത്ത് ചൊല്ലി കാത്തിരുന്നൊരു രാവ്, ഇബ്ലീസിന്ന കടാവം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ്, നിലവിളിച്ചോടി വരും രാവ്. തോഹ നബിയുടെ തിരുജന്മ പിറവിയിൽ താരം മദ്ഹോദി തിളങ്ങിടുന്ന തങ്ങൾ തളിർമുല്ല കടലിലെ തിരുക്കുടുത്തകരും തഴുകുന്ന ബദറിലെ ചിരിമാണിച്ചമരും തോരാമായ വില്ലായി തുണർന്നവരെ, തീരാമായ വില്ലായി ഉണർന്നവരെ. തിരുനബി വരമൊന്നു ലഭിക്കുവാൻ അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ. പതിയെ പതിയെ മറക്കല്ലേ. ചെസ് നമ്പർ 302 ഓൺ ദി സ്റ്റേജ്. ചെസ് നമ്പർ 302 ഓൺ ദി സ്റ്റേജ്. ഹനാഷ് നമ്മുടെ വരും. അസ്സലാമു അലൈക്കും.
അസ്സലാമലൈക്കും. അരസമാവായിത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്ത് റസൂലേ. അരസമാവായിത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയ സീനത്ത് മഹിത നബി ചാരത്തൊന്നണയുവതന്ന നിത്യ സ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരിണതെന്ന ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയാം സീനത്ത് മഹിത നബി ചാരത്തൊന്നണയുവതന്ന സ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരിണതെന്ത അരസമാവാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്ത് റസൂലേ. അമ്പരമുമ്മര തോഹ നബി അമ്പരമേയും കടന്ന ഹബീബ് അമ്പിയ മുമ്പര തോഹ നബി അമ്പരമേയും കടന്ന ഹബീബ് അമ്പിയ കുല്ലും കാത്തിടവേ ആഗതമായി കുതിസിന്നകമേ മന്നവർ മുറുസൽ സൊപ്പതിലെ മുന്നിൽ ഇമാമായി വന്നഴകെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അരസമാവായിത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്ത് റസൂലേ. അസ്സലാമു അലൈക്കും. ഡിസംബർ 305. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മന്ദാര മധുവഴകിൽ മീലാദ് വരുന്നുണ്ട് മുത്താറ്റൽ നബി അവരിൽ മൗലിദിൻ നിശലുണ്ട് ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിന്റെ കിസയുണ്ട് ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിന്റെ കിസയുണ്ട് മന്ദാര മധുവഴകിൽ മീലാദ് വരുന്നുണ്ട് മുത്താറ്റൽ നബി അവരിൽ മൗലിദിൻ നിശലുണ്ട് പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യക്കല്ലിന്റെ ചേലോ തോഹ മരുഭൂവിൽ മലരിട്ട പൂവോ പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യക്കല്ലിന്റെ ചേലോ തോഹ മരുഭൂവിൽ മലരിട്ട പൂവോ അലങ്ങൾ വാഴ്ത്തുന്നു ആരും പൂകത്തുന്നു മണിമുത്ത് നൂറിൻ വസന്തം മന്ദാര മധുവഴകിൽ മീലാദ് വരുന്നുണ്ട് മുത്ത
മുത്താറ്റൽ നബി അവരിൽ മൗലിദിൻ നിശലുണ്ട്. മക്കത്തോ മാനത്തോ മണ്ണിലോ വിണ്ണിലോ ബദറുൽ മുനീറായ നൂറ് ആ ശംസായി തെളിയും സിറാജ്. മക്കത്തോ മാനത്തോ മിണ്ണിലോ മണ്ണിലോ ബദറുൽ മുനീറായ നൂറ് ആ ശംസായി തെളിയും സിറാജ്. കാണുവാനാമോദം കാണുമ്പോൾ ആനന്ദം മണിമുത്ത് നൂറിൻ വസന്തം. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലിദിൻ നിശലുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബിപ്പൊന്നറയിൽ തിരുനബി വരവിന്റെ കിസയുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബിപ്പൊന്നറയിൽ തിരുനബി വരവിന്റെ കിസയുണ്ട്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലിദിൻ നിശലുണ്ട്. അസ്സലാമു അലൈക്കും. ചെസ്റ്റ് നമ്പർ 306 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹറം പോവ്. നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹറം പോവ്. ചെന്താരച്ചാരത്ത് ത്വഹായെന്നഴകെന്നോ ചെമ്മാനച്ചേലുള്ള പൂങ്കാവെന്ന ജപെന്നോ. കിനാവ് തന്നില്ല മദീന കണ്ടില്ല. കിനാവ് തന്നില്ല മദീന കണ്ടില്ല. നബി നബി നിലാവ് നൂറ് ഉദാനിധി ഹറം പോവ്. ആലമില്ലാരാവിൽ ചിന്തിടും നീലരാവിൽ പുഞ്ചിരിച്ചൊരു നേരത്തെ 1000 കമറരികത്തെ ഇലാഹ് തന്നുള്ള ജീവി ആമിനബി തന്റെ മോനെ. മാനത്തെ മാലകമാരെ ആനന്ദം കൊള്ളിച്ച മീമേ. എന്നും എഴുതും കിതാബിലെ മുഹബത്താണ് നബിയെ. ലെങ്കും ബദറിൻ മദഹിലെ കിസ്മത്താണ് നിധിയെ. രത്നം പതിച്ചതാണോ ആവദനം മുറന്ന തേനോ. രത്നം നിറഞ്ഞ ഭവനം ഇന്നിവനിൽ തുറന്നു തരുമോ. യാ ഖാതിം യാ നബി ഉദിയേ മതി. ജന്നത്തിലെ പ്രഭാവം സുന്നത്തിലെ പ്രകാശം ഉമ്മത്തിലെ സിറാത്തല്ലേ മിന്നത്ത് പെയ്ച്ചില്ലേ. ജന്നത്തിലെ പ്രഭാവം സുന്നത്തിലെ പ്രകാശം ഉമ്മത്തിലെ സിറാത്തല്ലേ മിന്നത്ത് പെയ്ച്ചില്ലേ. വിടരും റൈഹാൻ പൂവിൽ വിടരും റൈഹാൻ റൂയിൽ ചേരില്ലേ ചെന്നാല്. വിടരും വർദ്ധിൻ കൂട്ടിൽ ചേരില്ലേ ചെന്നാല്. നൂറിൽ വാറ നൂറ് റൂഹിൽ ഫീദ റൂഹ് നൂറിൽ
ശുക്രൻ. ഡിസംബർ 313 313. അസ്സലാമു അലൈക്കും. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറെ ഹബീബല്ലാഹ്. പാവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറെ ഹബീബല്ലാഹ്. പാവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. അജ്ഞത മൂടിയ നാട്ടിലെന്നേ ഉദിച്ചവരല്ലേ, ആരും കണ്ടാൽ കണ്ണടുക്കാതെ നോക്കുന്ന വജല്ലേ. അൽ അമീൻ എന്നൊരു ഓമന നാമത്തിൽ വളർന്നവരല്ലേ, ആരെയും നോക്കി പുഞ്ചിരി തൂകുന്ന മുത്തു റസൂലല്ലേ. അജ്ഞത മൂടിയ നാട്ടിലെന്ന് വളർന്നവരല്ലേ, ആരും കണ്ടാൽ കണ്ണടുക്കാതെ നോക്കുന്നവരല്ലേ. അൽ അമീൻ എന്നൊരു ഓമന നാമത്തിൽ വളർന്നവരല്ലേ, ആരെയും നോക്കി പുഞ്ചിരി തൂകുന്ന മുത്തു റസൂലല്ലേ. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്. പാവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്. പവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. എടുക്കുമ്പോൾ പുണ്യ മദീനയിൽ ചെന്നണയണം, റാത്തോടെ ചെന്ന് മുത്തിന്റെ ചാരെ സലാം ചൊല്ലിടണം. ജന്നാത്തിൽ ചെന്ന് മുത്തിന്റെ ചാരെ ചേർന്നിരിക്കണം, അവിടുത്തെ കൈകളിൽ നിന്ന് ഹൗദിൽ വെള്ളം കുടിക്കണം. റൂഹെടുക്കുമ്പോൾ മുത്തിന്റെ ചാരെ ചെന്നണയണം, റാത്തോടെ ചെന്ന് മുത്തിന്റെ ചാരെ ചേർന്നിരിക്കണം. ജന്നാത്തിൽ ചെന്ന് മുത്തിൽ ചാരെ സലാം ചൊല്ലിടണം, കൈകളിൽ നിന്ന് ഹൗദിൽ വെള്ളം കുടിക്കണം. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്. പവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും. ശുക്രൻ, ജസാക്കല്ലാഹ്. ഡിസംബർ 312 ഓൺ ദ സ്റ്റേജ്. അജ്നാസ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ചെസ് നമ്പർ 312 ഓൺ ദി സ്റ്റേജ്. അസ്സലാമലൈക്കും. കനവാകെ നിറയുന്നു എന്നൂറിൽ, കനവാകെ നിറയുന്നു എന്നൂറിൻ സംഗീതം. നിഴലായി വരുമോ എൻ തിരുനൂറ് മഴയായി, ഇഷ്കിനാൽ ചേരും കഷ്ടമാവില്ല കൽബോരമാകെ. ആ തിരുനൂറാൽ ചുണ്ടുകൾ മൊഴിയും സ്വലവാത്തിനാലെ ഇഷ്കിനാലിയാം. ആ തിരുനൂറെ മദിഹിൻ വരിയിൽ ഒരു കാലത്തെ കഥയോ, നബിയിൽ അലിയാൻ ദിനമേറെ തിരയും ഞാൻ, നബിയിൽ അലിയാൻ ദിനമേറെ തിരയാം ഞാൻ. കനവാകെ നിറയുന്നു എന്നൂറിൻ സംഗീതം, നിഴലായി വരുമോ എൻ തിരുനൂറുമഴകായി. ഇഹലോകമിൽ പാറിടുവാൻ കൊതിയെന്നെയും പിടികൂടിയേ പിടയുന്ന എൻ കൽബോരമിൽ കുളിരായി വരും തിരുദോഹയാം. കൽബിലെ വിങ്ങൽ തേങ്ങുന്നു ഞാനും, ആ തിരുനൂറും കുളിർ തന്നലാ
കുളിർ തെന്നലായി കനവാകെ നിറയുന്നു എന്നൂറ് ചരിതങ്ങൾ നിഴലായി വരുമോ എൻ തിരുനൂറുമയകായി. അസ്സലാമു അലൈക്കും. ദഫിനുള്ള സീനിയർ ദഫിനുള്ള കുട്ടികൾ മദ്രസയിലേക്ക് വരേണ്ടതാണ്. സീനിയർ വിഭാഗം ദഫിനുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് പാട്ട് പാടാനുള്ളവർ പാട്ട് പാടിയിട്ട് പോയാൽ മതി, അല്ലാത്തവർ മദ്രസയിലേക്ക് വരിക. ചെസ് നമ്പർ 307 ഓൺ ദ സ്റ്റേജ്. അസ്സലാമു അലൈക്കും. മുത്തായ റസൂലിനെ മീലാദത്ത് നീ മുഹബത്തി മനസ്സകമാനന്ദം കൊണ്ട് മാനത്തിൽ വിരിമകൾ ചന്ദ്രനെ കണ്ട് മയത്തിൽ കഞ്ചി തൂക്കി മദീന നീ. മുത്തായ റസൂലിനെ മീലാദത്ത് നീ മുഹബത്തി മനസ്സകമാനന്ദം കൊണ്ട് മാനത്തിൽ വിരിമകൾ ചന്ദ്രനെ കണ്ട് മയത്തിൽ കഞ്ചി തൂക്കി മദീന നീ. അയ്യാമിക്ക് പോർഷ കൂടെ റാവാണ് അലിഫ്ലേനിൽ കതിരുമല്ല പുണ്യമുള്ള റാവാണ്. ആമിനമ്മ റഹ്മത്തായ പെയ്തിറങ്ങിയ ദിനമാണ്. മുത്തിൻ പിറയാണ്. മുത്തായ റസൂലിനെ മീലാദത്ത് നീ മുഹബത്തി മനസ്സകമാനന്ദം കൊണ്ട് ആനത്തിൽ വിരിമകൾ ചന്ദ്രനെ കണ്ട് മയത്തിൽ പുഞ്ചി തൂക്കി മദീന മിനി. ഇഷ്കിനോളി മദനേരെ പോഷിയുടെ റാവാണ് മധുരമാവുൾ ഇന്ത്യൻ മറക്കണം. ദഫുമുട്ടി കുളിർന്ന് സന്തോഷത്തിൽ ആടുന്നു. മുത്തായ റസൂലിനെ മീലാദത്തിന് മുഹബത്തി മനസ്സകമാനന്ദം കൊണ്ട് മാനത്തിൽ വിരിമകൾ ചന്ദ്രനെ കണ്ട് മയത്തിൽ പുഞ്ചു തൂക്കി മദീന മിന്നി. അസ്സലാമു അലൈക്കും. സീനിയർ വിഭാഗം ജൂനിയർ വിഭാഗം മലയാള പ്രസംഗത്തിന് പേര് നൽകിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗത്തിന് പേര് നൽകിയ കുട്ടികൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 301 ഓൺ ദ സ്റ്റേജ്. 301. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേടിനേരാം. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേടിനേരാം. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഏരോഗൊരു താരക മൊയ്യറിഞ്ഞോളി തികവുള്ളൊരാദര വൈഗമിച്ചോളി. ആ മലച്ചോപ്പിൽ അയകേ അയകേ ആ മലർച്ചോട്ടിൽ തണലേ തണലേ മധുഹിൻ മുത്തൊളിമാല മധുരത്തെ പൂഞ്ചോല. മധുഹിൻ മുത്തൊളിമാല മധുരത്തെ പൂഞ്ചോല. പാടാം പാടാം അപദാനങ്ങൾ പാടാം 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 അപദാനങ്ങൾ പാടാം. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേടിനേരാം. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേടിനേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗത്തിന് പേര് നൽകിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ജൂനിയർ വിഭാഗം മലയാള പ്രസംഗമാണ് നടക്കാൻ പോകുന്നത്. സീനിയർ മതഗാന മത്സരം തുടരുന്നു. ചെസ് നമ്പർ 311 ഓൺ ദ സ്റ്റേജ്.
അസ്സലാമു അലൈക്കും. ശുഭപരിമളം തിരുഗുരുമുഖം പ്രിയ നബിമയം സാഫല്യം ഖിലായിന്റെ പൊൻപദവരവ് സഫറിൻ മാലമായി മാറുന്നേ ഖിലായിന്റെ ദൂതരിവിടെ ഉലകിൽ നൂറായി ഉദികൊള്ളുന്നേ സകല ജാലമിൻ മൂപദാദ്യമായി സബബായി വന്നവരോ മുജ്തബയോരമുള്ള സയ്യിദരേ മഹാദീപമായി മുത്ത് റസൂലനവായി മധുവന്ദാസമലരായി പുഞ്ചിരി തൂകുകയായി യോസാന ഒലിയോസാന പരിലോക സയ്യിദായി വാഴുകയായി ഖുറൈശി മണ്ണിൽ കഅബയിൽ ബിന്ദാമെല്ലാം ഇതഴുകയായി സത്യപ്രഭാമോയാൽ നിത്യപ്രഭാമോയാൽ സത്യപ്രഭാമോയാൽ നിത്യപ്രഭാമോയാൽ ശുഭപരിമളം തിരുഗുരുമുഖം പ്രിയ നബിമയം സാഫല്യം ഖിലായിന്റെ പൊൻപദവരവ് സഫറിൻ മാലമായി മാറുന്നേ ഖിലായിന്റെ ദൂതരിവിടെ ഉലകിൽ നൂറായി ഉദികൊള്ളുന്നേ സകല ജാലവിൻ മൂപദാദ്യമായി സബബായി വന്നവരോ മുസ്തഫയോര മുജ്തബയോരമുള്ള സയ്യിദരേ മഹാദീപമായി മുത്ത് റസൂലനവായി മധുവന്ദാസമലരായി പുഞ്ചിരി തൂകുകയായി യോസാന ഒലിയോസാന പരിലോക സയ്യിദായി വാഴുകയായി ഖുറൈശി മണ്ണിൽ കഅബയിൽ ഫിത്ന ഫസാത്തിൽ ചെരിയും ലൈന ഇബ്ലീസ് എന്നും കരയുകയായി സത്യപ്രഭാമോയാൽ നിത്യപ്രഭാമോയാൽ ഉലകിൽ മക്കൾക്ക് നൂറേകോ ഉലകിൽ മക്കൾക്ക് നൂറേകോ ശുഭപരിമളം തിരുഗുരുമുഖം പ്രിയ നബിമയം സാഫല്യം ഖിലായിന്റെ പൊൻപദവരവ് സഫറിൽ വാലമായി മാറുന്നേ. ശുക്രാൻ. ചെസ് നമ്പർ 304 ഓൺ ദ സ്റ്റേജ്. 304 ഓൺ ദ സ്റ്റേജ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. സ്വർഗമംഗളനാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലയിൽ തീർത്തൊരു തളികൈ ജന്നാത്തിങ്കനികൾ സോദിനൊരു ബദനില്ല ഫിർദൗസിൽ സൽക്കാരത്തിൽ സോലിഹീങ്ങൾ കൂടും നബിയുടെ തൃക്കല്യാണത്തിൽ വെള്ളാനപ്പുറമേറി വരും നബിയാ തിരുമംഗളഘോഷത്തിൽ വെള്ളി നിലാവായാസിയമറിയം ചേരുന്നൊരു സന്തോഷത്തിൽ സ്വർഗമംഗള നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലയിൽ തീർത്തൊരു തളികൈ ജന്നാത്തിൻ കനികൾ സ്വർഗഹൂരികൾ നൃത്തമാടിടും തങ്കമംഗളമേളം സ്വത്ത് മുത്തിനെ വായ്ത്തിടാനിതാ ദഫ് ഒപ്പനാതാളം സ്വർഗഹൂരികൾ നൃത്തമാടിടും തങ്കമംഗളമേളം സ്വത്ത് മുത്തിനെ വായ്ത്തിടാനിതാ ദഫ് ഒപ്പനാതാളം കൂടും ജ്യോതിയിൽ അമ്പിയരെല്ലാം വേദിയിൽ കൂടും ജ്യോതിയിൽ അമ്പിയരെല്ലാം വേദിയിൽ അംലാക്കും അണവാക്കും അതിർപ്പന്തലിൽ അരിമുല്ല മണം ചിന്തും അനർത്ഥ ചന്തമിൽ സ്വർഗമംഗള നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലയിൽ തീർത്തൊരു തെളികൈ ജന്നാത്തിൻ കനികൾ. പാവനത്തരുൾ പൂവനത്തിലൻ ജീവനാൻ തെളിർത്തോഹ പാവനാ തെളിർക്കത്തും കല്യാണാക്ക സേരയിൽ സ്നേഹ പാവനത്തരുൾ പൂവനത്തിലൻ ജീവനാൻ തെളിർത്തോഹ പാവനാ തെളിർക്കത്തും കല്യാണാക്ക സേരയിൽ സ്നേഹ സ്നേഹം തേടിതാ സ്വപ്നം പോലെ നാളിതാ സ്നേഹം തേടിതാ സ്വപ്നം പോലെ നാളിതാ നിസ്കമ്പർ തളിർക്കുന്നു തലോടും മാരുത നിസ്തുല്യം പൊഴിക്കുന്നു സുമത്തിമാരികൾ സ്വർഗമംഗള നാടിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലയിൽ തീർത്തൊരു തെളികൈ ജന്നാത്തിൻ കനികൾ. അസ്സലാമു അലൈക്കും. ശുക്രൻ ജസാക്കല്ലാഹ്. ഇതോടുകൂടി
വർണ്ണശബളമായ സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരം അവസാനിച്ചിരിക്കുന്നു. നേരത്തെ നടന്ന സബ് ജൂനിയർ